നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കേവലം 17 വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ യുവേഫ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ലാമിൻ യമാലാണ്. ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി ലാലിഗയിൽ കിടിലൻ പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. ഇതിനോടകം തന്നെ 3 ഗോളുകളും 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സ്വന്തമാക്കിയ താരവും ലാമിൻ യമാൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡിൻ്റെ ഇതിഹാസമായ ഗൂട്ടി ഒരു അഭിമുഖം നൽകിയിരുന്നു. FC ബാഴ്സലോണയിൽ നിന്നും ഒരു താരത്തെ റയൽ മാഡ്രിഡിലേക്ക് സൈൻ ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് താരത്തെയായിരിക്കും സൈൻ ചെയ്യുക എന്ന ഒരു ചോദ്യം ഈ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം സംശയങ്ങൾ ഒന്നുമില്ലാതെ പറഞ്ഞിരിക്കുന്നത് ലാമിൻ യമാലിൻ്റെ പേര് തന്നെയാണ്. അവസരം ലഭിച്ചാൽ യമാലിനെ റയലിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഫുട്ബോൾ ലോകത്തുള്ള ഏറ്റവും മികച്ച 3 താരങ്ങളിൽ ഒരാൾ ലാമിൻ യമാലാണോ എന്നുകൂടി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു. അതെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അദ്ദേഹം കളിക്കളത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ഉദാഹരണമാണെന്നും ഗൂട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഏർലിംഗ് ഹാലൻഡിനെ കുറിച്ചും ഈയൊരു റയൽ ലെജൻഡ് സംസാരിച്ചിട്ടുണ്ട്. ഹാലൻഡിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും റയലിൻ്റെ അടുത്ത ലക്ഷ്യം ഹാലൻഡാകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ഗൂട്ടി പറഞ്ഞിട്ടുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നിട്ടുള്ള ഇതിഹാസമാണ് ഗൂട്ടി. 1995 മുതൽ 2010 വരെയാണ് ഇദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ ഫസ്റ്റ് ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. 542 ഒഫീഷ്യൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ക്ലബിനോടൊപ്പം നിരവധി കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും റയലിന് വേണ്ടി താൻ ഒരിക്കലും കളിക്കില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ ലാമിൻ യമാൽ അറിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏർലിംഗ് ഹാലൻഡിൻ്റെ കാര്യത്തിൽ റയലിന് താല്പര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യവുമല്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.